ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ന്യൂ ഇയർ ആയിട്ട് വട്ടയപ്പമാണ് ഉണ്ടാക്കിയത്. മുരിങ്ങയിലയും കൊണ്ട് വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനാവശ്യമായ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് വെള്ള അവിലെടുത്തിട്ടുണ്ട്, 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂണ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 1 കപ്പോളം മുരിങ്ങ ഇല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 4 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനൊരു സ്റ്റാൻഡൊക്കെ വെച്ച് ഒരു പാത്രത്തിൽ, നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ വേണ്ടത് ആ ആകൃതിയിൽ കട്ട് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ തണുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ന്യൂ ഇയർ ആയിട്ട് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, ചെറിയൊരു കേക്ക് വാങ്ങിച്ചായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഉച്ചയ്ക്കായിരുന്നു കേക്ക് കട്ടിങ് ചെയ്ത്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്കൊരു കേക്ക് കഷ്ണം. പിന്നെ ഒരു അൺബോക്സിംഗ് ഉണ്ട്. ഒരു മിക്സി ജാറ്, ജ്യൂസ് ജാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ജ്യൂസ് ജാറിന് കൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. നല്ല ഷാർപ്പുള്ള ബ്ലേഡാണ്, ഇതുകൊണ്ട് നമുക്ക് പൊടിക്കാൻ പറ്റും. ഇതിൻ്റെ പൊടിച്ചതിന് ശേഷം നമുക്ക് ആ ലിഡ് തന്നെ മൂടി വയ്ക്കാനും പറ്റും. 2 ബ്ലേഡ് ഉള്ള ലിഡാണ് ഉള്ളത്. ജ്യൂസും അടിക്കാം, നമുക്ക് ചമ്മന്തിക്കോ അല്ലെങ്കിൽ ചട്നിയൊക്കെ അരച്ചെടുക്കാം. അതുപോലെ പൊടിച്ചെടുക്കാനും പറ്റും ഈ ജാറ് കൊണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ന്യൂ ഇയറിന് തന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജ്യൂസായിട്ട് എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായി കഴുകി ജ്യൂസ് ജാറിലിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ബ്ലേഡ് വെച്ച് നല്ലപോലെ അടച്ചതിന് ശേഷം, ഇത് തലതിരിഞ്ഞ ജാറാണെന്ന് വിചാരിക്കരുത്, ഇതൊരു പുതിയൊരു ഫാഷനാണ് ഇപ്പോഴത്തെ. അപ്പോൾ നല്ലപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ്. ഇതിൻ്റെ ഈ ലിഡിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ മൂടി കൂടെ ഒഴിച്ചെടുക്കാം. അതിലൊരു ഹോളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അങ്ങനെ അടച്ച് നമുക്കൊരു 10 മിനിറ്റോളം വയ്ക്കുകയും ചെയ്യാം, സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. അങ്ങനെ നല്ലപോലെ അരച്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ന്യൂ ഇയറിൻ്റെ ഈ വീഡിയോ കുറച്ച് ലേറ്റായി പോയി. ഡൗൺലോഡ് ചെയ്തതിന് കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ. അപ്പോൾ എപ്പോഴും പറയുന്നു, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.